ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു. ചിങ്ങമാസത്തിലെ തിരുവോണമാണല്ലോ ഇന്ന്. നമുക്ക് വാസ്തവത്തിൽ 12 മാസത്തിലും ഓരോ വിശേഷ അനുഷ്ഠാനങ്ങളുണ്ട്. ഒരു നിലയ്ക്ക് ഉത്സവമാണെന്ന് തന്നെ പറയാം. അതിൻ്റെ ഉദ്ദേശം മനുഷ്യർക്ക് സാധാരണ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും വിഷമിച്ചാലും നല്ല പോലെയൊക്കെ പരിശ്രമിച്ചാലും ശരി, മനസ്സിന് സന്തോഷം വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാവില്ല. വീട്ടിലുള്ളവരുടെ പെരുമാറ്റം തന്നെ പരസ്പരം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല. നല്ലൊരു വീടൊക്കെ കെട്ടും, ആരെങ്കിലും കെട്ടിത്തരും, ജോലിക്കാരെ വച്ചാൽ സമാധാനത്തോടും ശാന്തിയോടും കൂടി താമസിക്കണം എന്നാണ് വിചാരം. പക്ഷേ ഈ സമാധാനവും ശാന്തിയും വീട്ടിൽ കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്കൊക്കെ പോണത്, സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി. അപ്പോൾ ഇത് പണ്ടെന്ന പോലെ ഇന്നും ഇതേപോലെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും സമാധാനവും ശാന്തിയും ഇല്ലാതെ എന്നാൽ കഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒരു മുടക്കവും ഈ സാധാരണ നിത്യവൃത്തിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു ആചരണമോ ഒരു അനുഷ്ഠാനമോ ഉണ്ടെങ്കിൽ അത് മനസ്സിന് വളരെയധികം ഉത്സാഹവും വിശ്രമവും ഒരു പുതുമയുമൊക്കെ നൽകും. അത് ആവശ്യമാണെന്ന് പറഞ്ഞാണ് ഓരോ മാസത്തിലും ഓരോ വിശേഷ ദിവസം നമ്മൾ നിശ്ചയിച്ച് കൊണ്ടാടി വരുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൊല്ലം പിറക്കുന്നത് ചിങ്ങമാസത്തിലാണ്. ആ ചിങ്ങമാസത്തിലാണ് ഈ തിരുവോണം ആഘോഷിക്കുന്നത്. അത്തത്തിന് തുടങ്ങും, 10 ദിവസം എന്നാ വെപ്പ്. സാധാരണ നമ്മുടെ ഈ വിശേഷ ആഘോഷങ്ങളൊക്കെ ഏതെങ്കിലും ദൈവത്തെയോ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെയോ ചൊല്ലിയിട്ടാവും. എന്നാൽ അതുപോലെ ഒന്നാണോ ഈ തിരുവോണം എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അല്ല. അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. തിരുവോണത്തിന് സാധാരണ മഹാബലിയോട് കൂടി ബന്ധപ്പെടുത്തിയാണ് പറയാറുള്ളത്. ഈ മഹാബലി എവിടുത്തുകാരനാപ്പാ? ഈ ഓണം എന്ന് പറയുന്നത് എന്താണെന്ന് ഇനിയും നമ്മൾ റിസർച്ച് ചെയ്ത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മഹാബലി എന്നൊരാൾ, ഒരു അസുര ചക്രവർത്തി, കേട്ടാൽ അസുരനാ. പക്ഷെ അസുരന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊക്കെ ദുഷ്പ്രവൃത്തികളും ഉപദ്രവങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ കൃഷ്ണൻ്റെ അമ്മാമൻ കംസനുണ്ടായിരുന്നു. ആ കംസൻ മധുര ഭരിച്ചു പോന്നു. ആ കംസൻ്റെ ദുർഭരണത്തിൽ മനുഷ്യർ വീർപ്പ് മുട്ടി രാജ്യം വിട്ട് പുറത്ത് ഓടിപ്പോവാൻ തുടങ്ങി. അങ്ങനെ പൊറുതി മുട്ടിയപ്പോഴാണ് കൃഷ്ണൻ തന്നെ കംസനെ കൊന്നത്. കൃഷ്ണൻ കുട്ടിയായിരുന്നു. ഈ അസുരൻ അങ്ങനെയല്ല മഹാബലി. അദ്ദേഹം എല്ലാം കൊണ്ടും ആരാധ്യന, നല്ലവനാ. ഒരു രാജാവിൻ്റെ മഹത്വം എപ്പോഴാണ്? ആ രാജാവ് ഭരിക്കുന്ന രാജ്യത്തിലെ പ്രജകൾക്ക് എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം. അവരവരുടെ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി അതിൻ്റെ ഒരു ഭാഗം രാജാവിന് നികുതിയായിട്ട് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ എല്ലാവരും ജോലി ചെയ്ത് ഉത്പന്നങ്ങളും ഉത്പാദനവും കൂട്ടിയാൽ മാത്രമേ ഖജാന നിറഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ രാജ്യഭരണത്തിൻ്റെ ശരിയായ പരിശോധന എന്താ, പരീക്ഷ എന്ന് വെച്ചാൽ പ്രജകളുടെ സന്തോഷം, സ്വാതന്ത്ര്യം, സൗഭാഗ്യം, ഇത് ഉറപ്പുവരുത്തണം. കംസൻ അങ്ങനെ ഒരാളായിരുന്നോ? അല്ല. രാവണൻ പോലും അങ്ങനെ ഒരാളായിരുന്നോ? അല്ല. പക്ഷേ മഹാബലി അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടവും സന്തോഷമാണ്. സമ്പദ് സമൃദ്ധി ധാരാളം ഉണ്ടായിരുന്നു.
ഇന്നും നമ്മുടെ ഭാരതം ആവശ്യപ്പെടുന്നത് സമ്പദ് സമൃദ്ധിയാണ്. ആദ്യമായിട്ട് നമുക്ക് സമാധാനത്തിനുള്ള വഴി ഓരോരുത്തരും ഒറ്റയ്ക്ക് തേടിക്കോളും. ഇവിടെ സന്യാസിമാരും ആശ്രമങ്ങളും വനജീവിതവും തപസ്സും അനുഷ്ഠാനവും ഒക്കെ നമുക്കറിയാം. ഒന്നുമില്ലെങ്കിൽ മാസത്തിൽ 2 തവണ നമ്മൾ ഏകാദശിയെ ചൊല്ലി പട്ടിണി കിടക്കും. അങ്ങനെ 2 തവണ പട്ടിണി കിടക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്രയായി? 104 പട്ടിണിയാവും. അപ്പം 104 ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാ? അല്ല, 104 അല്ല, 12 24. അപ്പം അത് വളരെയധികം. അതുകൊണ്ട് വളരെയധികം സമ്പത്ത് ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സമ്പദ് സമൃദ്ധി കുറവാണ്. പക്ഷേ മഹാബലിയുടെ രാജ്യത്ത് സമ്പത്തും സമൃദ്ധിയും സൗഭാഗ്യവും ശാന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. കംസൻ്റെ ഭരണം പോലെയല്ല. പക്ഷേ മഹാബലിക്കുള്ള ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വലിയ ഒരു തപസ് ചെയ്യുന്ന ഒരാളാണ്. തപസ് ആര് ചെയ്താലും ആ തപസ്സിന് ഫലവും ഉണ്ടാവും. അസുരനായ എന്താ, ദേവനായ എന്താ, ചെയ്യുന്നത് തപസ്സാണ്. ആ തപസ് ചെയ്യാനായിട്ട് മഹാബലിയെ ഉപദേശിക്കാൻ ശുക്രാചാര്യർ വളരെ സമർത്ഥനായിരുന്നു. അപ്പോൾ ശുക്രാചാര്യരുടെ ശിക്ഷണത്തിൽ മഹാബലി വളരെയധികം ഉയർന്നു. വ്യക്തിപ്രഭാവം വളരെ കൂടി. പ്രജകൾക്കാണെങ്കിൽ പരമസന്തോഷം. ഇങ്ങനെ ഒരു രാജാവിനെ എവിടെയാണ് കാണുക? പക്ഷേ യാഗങ്ങളുമൊക്കെ ചെയ്ത് കേമനായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ദേവലോകത്ത് ചെന്ന് ഇന്ദ്രലോകം പിടിച്ചെടുക്കാൻ പോയി. അപ്പോൾ ഇന്ദ്രൻ്റെ ഉപദേഷ്ടാവ് ദേവന്മാരുടെ ആചാര്യൻ പറഞ്ഞു, അതേ മഹാബലിയാണ് വരണത്, ഒരക്ഷരം മിണ്ടണ്ട, ചെറുത്ത് നിൽക്കാൻ നോൽക്കണ്ട. മഹാബലി അങ്ങേ അറ്റത്തെ പ്രഭാവത്തിലാണ്. ബ്രാഹ്മണരുടെ എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട്. ശുക്രാചാര്യരുടെ ഉപദേശം ഒന്നു വിടാതെ പരിപാലിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ യശസ്സും കീർത്തിയും നന്മയും എല്ലാം അങ്ങേയറ്റം നിൽക്കുന്ന ആളാണ്. പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്. അപ്പോൾ ഒന്നും മിണ്ടണ്ട, പോയിക്കോളൂ നേരിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ ഇന്ദ്രലോകമൊക്കെ വിട്ടുപോയി. മഹാബലി പിടിച്ചടക്കി. എന്നാൽ ഈ ദേവന്മാരെ പെറ്റുവളർത്തിയ അതിഥിക്ക് മനസ്സിന് സമാധാനമില്ല. എന്തായാലും അമ്മയല്ലേ, മക്കൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഇല്ലല്ലോ, മഹാബലി പിടിച്ചടക്കിയല്ലോ എന്ന് പറഞ്ഞ് എന്താ ഞാൻ വേണ്ടേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, പയോവ്രതം അനുഷ്ഠിക്കൂന്ന്. അപ്പോൾ പയോവ്രതം നിലത്ത് കിടന്ന് പാല് മാത്രം കഴിച്ചുകൊണ്ട് നടത്തുന്നതാണ് ഈ പയോവ്രതം. തപസ്സിനെപ്പോഴും നമ്മൾ സാധാരണ ശീലിക്കുന്ന കാര്യങ്ങൾ മുടക്കുക, മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിക്കുക. അപ്പം നിലത്ത് കിടക്കുന്നത് ഒരു കാര്യമാണ്. സാധാരണ എല്ലാവരും കട്ടിലും മെത്തയൊക്കെ ആണല്ലോ. പിന്നെ പാല് മാത്രം കഴിക്കുക, ഉപ്പ് കഴിക്കാതെ ഇരിക്കാൻ സാധാരണക്കാർക്ക് പറ്റുമോ? പറ്റില്ല, അതും കഴിക്കണം. അപ്പോൾ പയോവ്രതം അനുഷ്ഠിച്ചപ്പോൾ മഹാബലി ഒരു ഭാഗത്ത് വലിയ യാഗം നടത്തണു. വിശ്വജിത്ത് എന്നൊരു യാഗ, ലോകത്തെ മുഴുവൻ ജയിക്കാനുള്ളൊരു യാഗം. ഉപദേഷ്ടാവ് ആരാ? ശുക്രനും. ഇപ്പുറത്ത് തൻ്റെ കുടുംബത്തിലെ ഒരു മുറിയിൽ നിലത്ത് കിടന്നിട്ട് പാല് മാത്രം കഴിഞ്ഞിട്ടുള്ള അനുഷ്ഠാന. പെട്ടെന്ന് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. നിൻ്റെ വിഷമം എനിക്കറിയാം. ഇവിടെ അപ്പുറത്ത് നിൽക്കുന്നത് മഹാബലിയാണ്. മഹാബലിയാണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ്, അസുരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങേ അറ്റത്തെ നന്മയിലും അഭിവൃദ്ധിയിലും തപസ്സിലും യാഗയജ്ഞങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു ശത്രുവായിട്ട് നേരിടാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിനെ നേരിടാനായിട്ടൊരു പുതിയ വഴി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടി തന്നെ ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഒരു ഓലക്കൊടയും പിടിച്ച് പൂണോലും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കുള്ളനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. എവിടെയാണ് ഈ മഹാബലി യാഗം നടത്തുന്നത്? ഭൃഗുകച്ഛം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അതാണെങ്കിൽ നർമ്മദാ നദീ തീരത്തിലാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മളിവിടെ കേരളക്കാർക്കും ഈ നർമ്മദാ നദീ തീരത്തിനുമായിട്ട് എന്താ ബന്ധം? ഈ മഹാബലിയുടെ ചരിത്രം പറഞ്ഞ് ഇവിടെ ഒരു ഓണാഘോഷം ഉണ്ടാവാൻ എന്താ കാരണം?
ഇതിലെന്തോ ഒരു വലിയ രഹസ്യം കിടന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവിടെയുള്ളവരെന്തെങ്കിലും ആചരിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് അപ്പം അത് ഇറങ്ങി വന്നത്? ഒരു ബന്ധവും കാണാനില്ല. എന്നാൽ ഇതിനെന്താ മാതേര മാതേര എന്നൊക്കെ പറഞ്ഞ് മണ്ണ് കൊണ്ട് 3 4 അങ്ങനെ ഉണ്ടാക്കി അവിടെ വയ്ക്കും. ഇവിടെ ഒരു ദൈവത്തിൻ്റെ പൂജയോ ഒന്നുമില്ല. മഹാബലി എന്നൊരു പേരിനോട് കൂടി ബന്ധപ്പെട്ടതാണ് ആഘോഷം. ഒരു സാധാരണ ഒരു ചെടി വെച്ച് വളർത്തിയാൽ പുഷ്പങ്ങൾ ഇങ്ങനെ ഭംഗിയായിട്ട് വിടർന്ന് ഒരു ഉത്സവം പോലെ വിടരും. അതുപോലെയാണ് ഈ മഹാബലിയുടെ രാജ്യഭരണം. അതാണ് അത് ഓർമ്മ വയ്ക്കണത്. അപ്പോൾ ഈ വാമനൻ ഒരു ഓലക്കൊടിയും കാര്യമൊക്കെ ആയിട്ട് പോയപ്പോൾ എവിടേക്കാണ് പോണത്? യാഗം ചെയ്യുന്ന മഹാബലിയെ കണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ വന്നപ്പോൾ സൂര്യൻ തന്നെ വരികയാണോ എന്നാണ് തോന്നിയത് അത്ര അവിടെയുള്ളവർക്ക്. അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു സ്ഥിതിയാണ് മുഖമൊക്കെ കണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി എല്ലാം കഴിച്ചു. എന്താ മഹാപ്രഭു അങ്ങ് വന്നിരിക്കുന്നത്? യാഗസമയമാണല്ലോ, എല്ലാം ദാനം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഞാൻ വന്നതോ, എനിക്ക് ഒരു 3 അടി മണ്ണ് അങ്ങ് തന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. 3 അടി മണ്ണ് എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് അളന്ന് 3 അടി എടുക്കാവുന്നിടത്തോളം മണ്ണ്. അപ്പോൾ എത്രയാ ഈ ഭൂമിയും ലോകമൊക്കെ എത്രയാ? ആലോചിച്ച് നോക്കൂ. അതിൽ നിന്ന് വെറുതെ 3 അടി. മഹാബലിക്ക് വലിയൊരു ഗർവമായിരുന്നു, അഭിമാനം. ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. തൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും യാചിച്ച് എന്തെങ്കിലും കൊടുത്താൽ അയാൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകരുത് എന്ന്, ചോദിക്കേണ്ടി വരരുത്. അത്ര വലിയ ദാതാവാ. അപ്പം ദാതൃഭാവം അത് നല്ലോണം മനസ്സിൽ കടന്നുകൂടി. ഈ മനസ്സിന് അഹങ്കാരവും അഭിമാനവും വരാൻ ഇന്നത് വേണമെന്നില്ല. ഞാൻ ദാനം ചെയ്യുന്നവനാ, എൻ്റെ അടുത്ത് വന്നവർക്ക് എല്ലാം കൊടുക്കും. എൻ്റെ അടുത്ത് വന്ന ഒരാൾ പിന്നെ രണ്ടാമതൊരാളുടെ അടുത്ത് പോകരുത്. ഇങ്ങനെ ഒരു അഭിമാനമാണ് മഹാബലിയുടെ ഉള്ളിൽ. അതും അഭിമാനം തന്നെയാണല്ലോ. അതായിരുന്നു മഹാബലിയുടെ കേട്. ബാക്കി ഒരു പഴുതുമില്ല അവിടെ. അതാണ് 3 അടി മണ്ണ് ചോദിച്ചത്. അപ്പോൾ മഹാബലി പറഞ്ഞു, വടോ ബ്രഹ്മചാരി, അങ്ങ് എന്താ ഈ ചെയ്യണത്? ഞാൻ മഹാബലിയാ, എന്തും കൊടുക്കാൻ തയ്യാറുള്ള ആളാ. 3 അടിയോ? 3 രാജ്യം തരാമല്ലോ, എന്നാ അങ്ങനെ ചോദിക്കണേ? അപ്പോൾ വന്നാളോ ഭയപ്പെട്ടവനല്ലല്ലോ. ആ കുട്ടി പറഞ്ഞു, അങ്ങനെ പറയരുത്. ആരെന്ത് തരാൻ തയ്യാറുണ്ടെങ്കിലും ചോദിക്കുന്നവരെ ആവശ്യത്തിനേ ചോദിക്കാൻ പാടുള്ളൂ. ഒരു പണത്തൂക്കം കൂടുതൽ ചോദിക്കരുത്. എനിക്ക് ആവശ്യം 3 അടി മണ്ണ, 4ാമത്തെ ഒരടി വേണ്ട, വേറെ ഒന്നും വേണ്ട. കാലടി കൊണ്ടൊന്നും അളക്കണ്ട, വലിയ അളവ് പോലും ഉണ്ടാക്കി അളന്നോളൂന്നൊന്നും എന്നോട് പറയരുത്. എൻ്റെ ചെറിയ കാലടി കൊണ്ട് 3 അടി അളന്നെടുക്കാനുള്ള മണ്ണ് മാത്രമേ എനിക്ക് വേണ്ടൂ. മനുഷ്യന് ആശ തെറ്റാണ്, അത്യാർത്ഥി തീരെ തെറ്റാണ്. ഇവർ 2 പേരും കൂടി കുറേ സംസാരിച്ചു. എന്നാലും ആ ബ്രഹ്മചാരി വാമനൻ കുള്ളൻ തൻ്റെ നിലപാട് മാറ്റിയില്ല. അപ്പോഴേക്കും ശുക്രാചാര്യൻ പറഞ്ഞു, അയ്യോ അയ്യോ അയ്യോ, ഈ വന്നത് മഹാവിഷ്ണുവാ. എടോ, ഇത് തന്നെ മുടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അയാൾക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമാണ്, ചെയ്യരുതേ എന്ന് പറഞ്ഞു. അപ്പം മഹാബലിക്ക് എന്താ പറയാനുള്ളത്? അയ്യോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിൽ തരാമെന്ന്. അപ്പോൾ പിന്നെ കൊടുക്കാതെ പറ്റില്ല. ഇനിയിപ്പോൾ അദ്ദേഹം മഹാവിഷ്ണു വേഷം മാറി വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ തമ്മിൽ എതിർത്തിട്ടോ അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ വീഴും. അപ്പോഴും ഞാൻ തരാമെന്ന് പറഞ്ഞത് തരാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ്. വാമനൻ മിണ്ടാണ്ടിരുന്നു. അവസാനം തരാമെന്ന് പറഞ്ഞു. അളക്കാൻ പുറപ്പെട്ടു. 1 അടി അളന്നു, 2 അടി അളന്നു, 3 അടി അളക്കാനും ഒന്നുമില്ല. ഭൂമിയില്ല, സ്വർഗവുമില്ല, ഒന്നുമില്ല. ആ രൂപം അങ്ങോട്ട് വലുതായി എന്നാണ് പറയണത്. കുള്ളനായി വന്നിട്ടുള്ള വാമനൻ വലിയ ഒരു ബ്രഹ്മാണ്ടം ധരിക്കുന്നത്ര വലിപ്പമായി. ആ അടി കൊണ്ട് ഭൂമി മുഴുവനും വളർന്നു, അന്തരീക്ഷം മുഴുവനും അളന്നു, സ്വർഗം അളന്നു, ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നുമില്ല.
ആ സമയത്തെങ്കിലും ഈ വന്ന ആളുടെ മഹത്വം മനസ്സിലാക്കി ഒന്ന് കീഴടങ്ങിക്കൂടെ? ഇല്ല, സമ്മതിച്ചില്ല. അതാണ് മഹാബലിയുടെ അഹങ്കാരവും അഭിമാനവും. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അത് തന്നേ തീരൂ. അതുകൊണ്ട് മൂന്നാമത്തെ അടി അളക്കാൻ ഇതാ എൻ്റെ തലയിൽ കാല് വെച്ചോളൂ എന്ന് പറഞ്ഞ് താന്നവിടെ ഇരുന്നു. അപ്പം ഈ ഭൂമി അളന്നപ്പോഴും സ്വർഗം അളന്നപ്പോഴും മഹാബലി അതിൽ പെട്ടില്ലേ? എന്നാലും അഹങ്കാരം സമ്മതിക്കാതെ എൻ്റെ തല വേറെയാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ആ തലയിലും അങ്ങോട്ട് കാലം. അപ്പോഴേക്കും അത് പൊടി പൊടിച്ചൊരു യുദ്ധമായി. ഒരു ഭാഗത്ത് മഹാബലിയുടെ ആൾക്കാരും മറുഭാഗത്ത് മഹാവിഷ്ണുവിൻ്റെ ആൾക്കാരും എല്ലാമായി അവസാനം പ്രഹ്ലാദനൊക്കെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഒന്ന് ഉണ്ടാക്കി തീർത്തു. അപ്പോഴേക്കും വാമന് തൃപ്തിയായി. അഹങ്കാരം പോകണം, ഇതാണല്ലോ ആവശ്യം, അതിപ്പോൾ പോയി കാണും എന്ന് വിചാരിച്ച് മഹാബലിയെ അനുഗ്രഹിക്കുക. പാതാളവും ഗീതാളവും ഒക്കെ വിട്ട് സുതലം എന്നൊരു സ്ഥലമുണ്ട്. ആ സുതലത്തിൽ പോയിട്ട് രാജാവായിട്ടിരിക്കൂ. വരാൻ പോകുന്ന മന്വന്തരത്തിൽ ഇന്ദ്രൻ്റെ പദവി അങ്ങേക്ക് കിട്ടും. ഞാൻ തന്നെ ഒരാളും ശത്രുക്കളായിട്ട് വരാൻ പറ്റാത്ത തരത്തിൽ എൻ്റെ സുദർശനം കയ്യിലെടുത്ത് കാത്തു രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് മഹാവിഷ്ണു അവിടെ കൂടി സുതലത്തിൽ ചക്രവും കയ്യിലെടുത്ത്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ നേരിട്ട് ഒരു നിലയ്ക്ക് ജയിച്ചു എന്ന് പറയണോ തോറ്റു എന്ന് പറയണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വിശേഷപ്പെട്ട ഒരാളായിരുന്നു ഈ മഹാബലി. അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തിൻ്റെ പേരിലായാലും അഹങ്കാരവും അഭിമാനവും മനുഷ്യന് ശരിയല്ല. മഹാബലി നന്മയുടെ അവതാരമൂർത്തിയായിരുന്നു. പക്ഷേ ആ നന്മയോടുകൂടി ആ മഹാബലിക്ക് അഹങ്കാരവും അഭിമാനവുമായിരുന്നു വലിയ തെറ്റ്. ആ നന്മയെ പരിഗണിച്ചുകൊണ്ടാണ് ശത്രുവായിട്ട് നേരിടാതെ മിത്രഭാവത്തിൽ വന്ന് ആ അഹങ്കാരത്തെ മാത്രം തുടച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായത്. അപ്പം ഇതെല്ലാം കൊണ്ടും വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഒരു ഭാഗം അസുരനെ കൊന്നു എന്ന് പറഞ്ഞ് ആ അസുരന്മാരെ കൊന്നു എന്ന് പറയുന്നതാണ് ഇവിടെ പല ആഘോഷങ്ങളും. ദേവിയെ പറ്റിയിട്ടായാലും ഭഗവാനെ പറ്റിയിട്ടായാലും. ഇവിടെ അതല്ല. ഒരാളെയും കൊന്നിട്ടില്ല, ഒരാളെയും ശിക്ഷിച്ചിട്ടുമില്ല. മഹാബലിയെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കോട്ടം തീർത്ത്, ബാക്കി എല്ലാ യോഗ്യതകളും മഹാബലിക്ക് ഉണ്ടായിരുന്നു. കോട്ടം തീർത്ത് നല്ല ഒരു നിലയിൽ കൊണ്ടുപോയി ഇരുത്തി മഹാവിഷ്ണു തന്നെ ചക്രധാരിയായി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു പര്യവസാനം. ആ പര്യവസാനം എങ്ങനെയാണ് ആഘോഷിക്കുക? എല്ലാവരും മനസ്സ് കുളിർന്ന് പുഷ്പങ്ങളെടുത്ത് അലങ്കരിച്ച് ആഘോഷിക്കുക. പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൃഗുകച്ഛം നർമ്മദാ നദീ തീരത്തിൽ നടന്ന സംഭവമുണ്ടല്ലോ, ആ സംഭവം എങ്ങനെയാപ്പാ ഈ കേരളത്തിലെത്തിയത്? ഈ കേരളത്തുകാർക്ക് എന്താ ഈ മഹാബലിയായിട്ട് ഇത്ര വലിയ കാര്യം? അതും ചിങ്ങമാസത്തിൽ നമ്മുടെ വർഷം തുടങ്ങുന്ന സമയം. ബാക്കിയുള്ള ആചരണങ്ങളൊക്കെ വിട്ട് കൊല്ലും കൊലയുമില്ലാത്തൊരു യുദ്ധം. എതിരാളിയെ വളരെ ആദരിച്ച് ബഹുമാനിച്ച് അങ്ങേ അറ്റത്തിരുത്തി താൻ കാവലക്കാരനായി നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു ശ്രേഷ്ഠ പദവി കൊടുത്തിട്ടുള്ള ഒരു നേരിടലാണ് ഇത്. അപ്പോൾ രക്തച്ചൊരിച്ചിലില്ലാതെ എതിരാളിയെ കീഴടക്കി അയാളിലുള്ള ദോഷം നീക്കി നല്ല ആദരവോടുകൂടി ദൈവം മാനിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇത് ആലോചിക്കാൻ വളരെയേറെ ഉണ്ട് ഈ കാര്യത്തിൽ. എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. നമുക്കും ഈ മഹാബലിയുടെ ഭൃഗവശത്തിലുള്ള വിശ്വജിത്ത് യാഗത്തിനും തമ്മിൽ എന്താണ് ബന്ധം? ഈ മാതേര എന്ന് പറഞ്ഞ് വയ്ക്കുന്നുണ്ടല്ലോ, എന്താണത്, ഏതാത്? ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കൂട്ടത്തിലാണ്.
എന്തായാലും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണിത്. നമ്മൾ കാണുന്നതൊക്കെ പുഷ്പങ്ങളാണ്, വേറെ ഒന്നുമില്ല. പിന്നെ വയറ് നിറച്ച് ഊണ് കഴിക്കാൻ നമ്മുടെ നേന്ത്രപ്പഴം വളരെ വിശേഷപ്പെട്ടതാണല്ലോ. പഴവും ഉപ്പേരിയും ശർക്കരപ്പേരിയും ഉപ്പുപ്പേരിയും ഒക്കെ ആയിട്ട് നല്ല സദ്യയോടുകൂടി കഴിക്കുന്ന ഒരു ദിവസം അത്. ഇങ്ങനെ സദ്യ ഒരുക്കുന്ന മറ്റു ദിവസങ്ങളുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ തിരുവോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊക്കെ ഈ തിരുവോണമാവണം. അതിന് അഹങ്കാരവും മമതയും ഇല്ലാതെ ആയാൽ പിന്നെ നമുക്ക് സന്തോഷവും സൗഭാഗ്യവും സമ്പദ് സമൃദ്ധിയും ഒക്കെയായി. എല്ലാവരും നല്ല പോലെ ശ്രദ്ധിച്ചോളൂ. നിങ്ങളെല്ലാവരും കേമന്മാരും കേമിമാരുമാവണം. അതിന് മനസ്സിനെ പരിശോധിക്കുക ബുദ്ധി കൊണ്ട്. എന്നിട്ട് അതിലുള്ള ദൂഷ്യങ്ങളെ മാറ്റി നല്ലോണം പോലെ ജീവിക്കുക. എല്ലാവരെയും ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്നും തന്നെ തിരുവോണോത്സവം ആകട്ടെ നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലും. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു.